തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഇലക്ഷൻ ട്രാവലർ ആരംഭിക്കുമ്പോൾ നമ്മോടൊപ്പം ഉള്ളത് വി രാജേഷാണ്, തിരുവനന്തപുരത്തിൻ്റെ നഗരപിതാവ്, മേയർ. എന്ന് മാത്രമല്ല സംസ്ഥാനത്തെ BJPയുടെ ആദ്യത്തെ മേയർ എന്ന സവിശേഷതയോടെയുള്ള ആളാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമുള്ള സമയത്ത് സംസ്ഥാനത്തെ ആദ്യത്തെ BJPയുടെ മേയർ എന്ന സവിശേഷതയുള്ള വി രാജേഷാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാം അല്ലേ? ഇലക്ഷൻ ട്രാവലറിൽ വി രാജേഷാണ് നമ്മോടൊപ്പം ഉള്ളത്. നമ്മുടെ ആദ്യത്തെ അതിഥിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ ട്രാവലറിൽ ആദ്യത്തെ അതിഥിയാണ് താങ്കൾ. തിരുവനന്തപുരം തുടങ്ങിയപ്പോൾ വേറെ തന്നെ ഒന്ന് വേണം നിങ്ങൾ തീരുമാനിച്ചായിരുന്നു. എന്താ സ്ഥിതി ഇവിടെ തെരഞ്ഞെടുപ്പ്? താങ്കൾക്ക് മുകളിലൊരു അധിക രാഷ്ട്രീയമായിട്ടൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. പാർട്ടി ഒറ്റക്കെട്ടായി കൂട്ടായി ദേശീയ നേതൃത്വത്തിന് സഹായമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രവർത്തകർ ഒക്കെ തന്നെ വളരെ നല്ല ആത്മവിശ്വാസത്തിലും ആവേശത്തിലാണ്. ജനങ്ങൾ ഒരു മാറ്റത്തിന് തയ്യാറായിട്ട് തീർക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞങ്ങൾ കൂട്ടായിട്ട് നന്നായിട്ട് നിർവഹിക്കും. ഇതിപ്പോൾ 14 മണ്ഡലങ്ങൾ, അതിൽ 13 LDFിൻ്റെ കൈവശമാണ് കഴിഞ്ഞ തവണ, 1 UDFിൻ്റെ കയ്യിലുമാണ്. നേരത്തെ നേമത്ത് നിങ്ങൾക്ക് ഓരാജോവലിലൂടെ ഒരു MLA ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അതില്ല. അപ്പോൾ ഇത്തവണത്തെ ഒരു പ്രതീക്ഷ എന്താണ്? ആ പ്രതീക്ഷ എത്രത്തോളം വസ്തുതയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്? ഇപ്പോൾ നിയമം ഉൾപ്പെടെ നിരവധി നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾക്ക് മുൻപോട്ട് പോകാം. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരം ജില്ലയിൽ സനീഷും മഹേഷും ഒക്കെ ഒരുപാട് കാലം കൊണ്ട് തിരുവനന്തപുരത്തെ കേരളത്തിൽ രാഷ്ട്രീയം കാണുന്നില്ലേ. തിരുവനന്തപുരം ജില്ലയിലെ 14 അസംബ്ലി മണ്ഡലങ്ങളിൽ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ വേറൊരു ഘട്ടത്തിൽ BJP 30,000 വോട്ടിൽ കൂടുതൽ പിടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായിരിക്കും, ചിലപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിലായിരിക്കും. ഞാനിപ്പോൾ 14 ഒറ്റ സ്റ്റെപ്പിൽ ജയിക്കുമെന്ന് അവകാശപ്പെടുന്നില്ല. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് തിരുവനന്തപുരം. 4-5 മണ്ഡലങ്ങളിൽ ഇപ്പം ശക്തമായ ത്രികോണ മത്സരം. 2 മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് നിയമം, കഴക്കൂട്ടം നേർക്കുന്ന LDFുമായിട്ട് ഏറ്റുമുട്ടുന്നു. എന്താണ് BJPയുടെ പ്രതീക്ഷ? എത്ര സീറ്റ് പിടിക്കാൻ പറ്റും? നല്ല രാഷ്ട്രീയ മത്സരം, അതായത് നല്ല ഉശിരുള്ള രാഷ്ട്രീയ മത്സരം നടക്കുന്നത് പറയുമ്പോൾ തന്നെ എനിക്ക് ആത്മവിശ്വാസം കൂടുകയാണ്. എല്ലാം ഞങ്ങൾക്ക് ഈ നിയമവും കഴക്കൂട്ടവും നിങ്ങൾ പറയുമ്പോൾ തിരുവനന്തപുരവും വട്ടിയൂർക്കാവും നിയമവും കഴക്കൂട്ടം പോലെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ്. അതായത് പക്ഷേ ഒരു കാര്യമുള്ള വി രാജേഷ്, അതായത് നമ്മുടെ സംസ്ഥാനത്തെ ഈ തെരഞ്ഞെടുപ്പും പതിവ് പോലെ ഒരു LDF UDF പോരാട്ടമായിട്ട് മാറിയില്ലേ സംസ്ഥാനത്തെമ്പാടും? അപ്പോൾ തിരുവനന്തപുരത്ത് ശരിയാണ്, നിങ്ങൾക്ക് 10-30,000 വോട്ടിൽ കൂടുതൽ പല മണ്ഡലങ്ങളിലും ഉണ്ട്. എല്ലാ മണ്ഡലത്തിലും ഒരു ഘട്ടത്തിൽ ഉണ്ട്. പ്രത്യേകിച്ചും ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ആണെങ്കിൽ ലോക്സഭാ ഇലക്ഷനിൽ പ്രത്യേകിച്ച് നല്ല മുന്നേറ്റമുണ്ട്. പക്ഷേ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം ആയിരിക്കുമ്പോൾ, അത് LDFിന്റെയും UDFിന്റെയും നേർക്കുനേർ പോരാട്ടമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പതിവുള്ളതുപോലെ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത എന്ന ചോദ്യത്തിന് എന്താ മറുപടി? അങ്ങനെ ചോദിക്കാൻ പാടില്ല. കാരണം അങ്ങനെ പറയുന്ന കാലഘട്ടം കഴിഞ്ഞു സനീഷേ. അതൊക്കെ BJPക്ക് 3,000-4,000 വോട്ടൊക്കെ മാത്രം ഉണ്ടായിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആ ഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളും LDFും തമ്മിൽ 15,000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആറ്റിങ്ങലും തിരുവനന്തപുരത്തും 2 പാർലമെന്റിലും. ചില ആളുകളെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോൾ എല്ലായിടത്തും ആളുകൾ എടുക്കുകയാണ്. അതായത് ഇപ്പോൾ സ്മിതാ സുന്ദരേശൻ വന്നു വർക്കലയിൽ, പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് UDFിനും LDFിനും ഒക്കെ ആളുകൾ വരുന്നു. അപ്പോൾ താങ്കൾ തന്നെ നേരത്തെയും പറഞ്ഞാൽ, നിങ്ങൾ മീൻസ് BJP സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള BJP നിങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിലൊക്കെ ഐഡിയോളജിയിലൊക്കെ വലിയ ഒരു ആത്മവിശ്വാസമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ പല ഭാഗത്തുനിന്ന് ആളുകൾ വന്ന് ഞാൻ ഡൈല്യൂട്ട് ആയി പോകില്ലേ? ഇല്ല, പല ഭാഗത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾ ഡൈല്യൂട്ട് ചെയ്തല്ലേ പ്രശ്നമുണ്ടോ? അവർ ഞങ്ങളുമായിട്ട് ചേരാൻ തയ്യാറല്ല. ഇപ്പോൾ ഗുജറാത്ത് ഞങ്ങൾ തന്നെ പലപ്പോഴും ആലോചിച്ചു, ഗുജറാത്തിൽ ഇത്രത്തോളം BJP ശക്തിയുള്ള സ്ഥലത്ത് കോൺഗ്രസ് തൊട്ട് BJPയിലേക്ക് MLAമാർ വരുന്നു. നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രസ്ഥാനത്തെ, ഞങ്ങളുടെ ആശയത്തെ സ്വീകരിക്കാൻ വേണ്ടി വരുന്ന ഒരാൾ, അയാൾ നമുക്ക് എന്തുകൊണ്ട് ഉൾക്കൊണ്ടുകൂടാ? ഒരു തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു, അത് മാറിയല്ലേ? BJPയോട് അടുക്കാൻ, BJPയിലേക്ക് വരാൻ പറഞ്ഞു പരത്തി അങ്ങനെ ഒരു സാധനം നിങ്ങളൊക്കെ പറഞ്ഞു പരത്തി വെച്ചിരുന്നതാ. തൊട്ടുകൂടായ്മയൊന്നും ഒരിക്കലും ഇല്ലായിരുന്നു. ഞാൻ വി രാജേഷ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു ചോദ്യം ചോദിക്കാം. ഇവിടെ ഈ മേയറായ, എന്നാൽ കോർപ്പറേഷൻ ഭരണം കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് അവർ ചെയ്ത പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് CPM പറയുന്നത്. അതിന് ഈ നമ്മുടെ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുള്ള മാലിന്യ നീക്കമൊക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പ്രചാരണ വിഷയമായിരിക്കും. ഭരണമേ കിട്ടില്ലെന്നാണല്ലോ CPM പറഞ്ഞത്. അതിലെനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട CPMന്റെ പല നേതാക്കന്മാരും, മുൻ മന്ത്രിമാരൊക്കെ തന്നെ ഇപ്പോഴും അവർ തോറ്റു എന്ന് അംഗീകരിക്കുന്നില്ല. അവർ തോറ്റില്ലെന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. പിന്നെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ തവണ പൊങ്കാല കഴിഞ്ഞ് ഒരാഴ്ചയോടെ ചുടുകല്ല് ഫുട്പാത്തിലായിരുന്നു. ഇപ്പോൾ വിറകൊക്കെ റോഡിൽ നിന്ന് മാറ്റി അതേ സമയത്ത് ചുടുകല്ല് മാറ്റി കഴിഞ്ഞു. ഞങ്ങൾ പൊങ്കാല കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് എന്താണോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ തന്നെയാണ് സർക്കാർ അംഗീകരിച്ച സ്ഥലങ്ങൾ, ജില്ലാ കളക്ടർ പറഞ്ഞ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചത്. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നമ്മളാരും അതിൻ്റെ പുറകെ ക്യാമറയും കൊണ്ടുപോയില്ല. ഇപ്പം അതൊക്കെ മാറ്റി വെച്ചിട്ട്
പിറ്റേ ദിവസം രാവിലെ ഒരു ക്യാമറയും കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയില്ല. മന്ത്രി തന്നെ പിറ്റേന്ന് രാവിലെ എന്താ പറഞ്ഞത്? മന്ത്രി പറഞ്ഞു വളരെ ഭംഗിയായിട്ട് കോർപ്പറേഷൻ ഉത്തരവാദിത്വം നിർവഹിച്ചു. RDO എന്താ റിപ്പോർട്ട് കൊടുത്തത്? അപ്പം അഭിപ്രായം പറഞ്ഞതിന് ശേഷമാണ് മന്ത്രിയുടെ മന്ത്രിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അപകടം വരുമെന്ന്. പിറ്റേ ദിവസം രാവിലെ ക്യാമറ കൊണ്ടിറങ്ങി. അവൻ ജനങ്ങൾ അതായത് എങ്ങനെയുണ്ട് ഇത്രയും കാലമല്ലോ നമ്മളെ എനിക്കൊന്ന് ഞാൻ വീരേഷിനെ മേയറായിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു പദവിയിൽ ഇരുന്നിട്ട്? എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എങ്ങനെയാണ്? നിങ്ങളെല്ലാം ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നു. ഞങ്ങൾ വി ആർ ഫുള്ളി കോൺഫിഡൻറ്റ്. ഉദ്യോഗസ്ഥർ മുഴുവൻ ഞങ്ങളുമായിട്ട് നല്ല സഹായം. ഇവിടെ ഒരു പ്രശ്നം പലരും വിചാരിച്ചിരുന്നത് ഉദ്യോഗസ്ഥരൊക്കെ ഇടതുപക്ഷ സംഘടനയിൽ പ്രവർത്തിക്കുന്നു, ഇടതുപക്ഷ ആശയം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണം വരുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് ഒന്നുമില്ല. മനുഷ്യരായിട്ട് കണ്ടാൽ മതി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ശക്തമായ പ്രതിപക്ഷം ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ്. മുതിർന്ന നേതാക്കന്മാർ, മുൻ MLA മാരൊക്കെ ഒരു മുതൽക്കൂട്ടാണ്. കോർപ്പറേഷൻ നല്ല നിങ്ങളൊരു കൗൺസിലിൽ പങ്കെടുത്തു നോക്കും, എന്ത് മനോഹരമായ ചർച്ചയാണ് നടക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഭരണത്തിൽ ആദ്യമാണ്. അതിൻ്റേതായ ചില കാര്യങ്ങൾ ഇഫക്റ്റീവായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു. ഇതിൽ നമ്മൾ രാഷ്ട്രീയ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ BJPയും CPM-ഉം തമ്മിലൊരു ഡീലുണ്ട് എന്നാണ് UDF-ന്റെ ആളുകൾ പറയുന്നത്. DD സൈസിനും എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ ഡീലുണ്ടോ? പാർലമെന്റ് ഉള്ളിൽ വെച്ച് ഡീലുണ്ടാക്കിയിട്ട് യാതൊരു നാണമില്ലാതെ നടക്കുന്ന UDF-നും LDF-നും പലതും പറയാൻ കാണും. എന്തായാലും ശരി തന്നെ, ഞങ്ങളുടെ രാഷ്ട്രീയം ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവിനെ കേരളം തേടുകയാണ്. LDF-ഉം UDF-ഉം അല്ലാത്തൊരു ആൾട്ടർനേറ്റീവിന് കേരളം തേടുക. ഞാൻ ഈ ഡീലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു മറുപടി പറയാം. സനീഷ, എക്കാലത്തും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരു ഭരണകാലഘട്ടത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തിൻ്റെ നയങ്ങളെ എതിർത്തുകൊണ്ട് നടത്തുന്ന കുറേ സമരങ്ങൾ കാണും. കഴിഞ്ഞ ചരിത്രത്തിൽ ഇടം നേടുന്ന സമരം ചിലപ്പോൾ വിജയിക്കാൻ പരാജയപ്പെടാം, പക്ഷേ ചരിത്രത്തിൽ ഇടം നേടുന്ന ചില സമരങ്ങൾ കാണും. കഴിഞ്ഞ 10 വർഷം കേരളം മനസ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സമരം ഈ രമേശ് ചെന്നിത്തലയുടെ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF പ്രതിപക്ഷത്തിന് LDF സർക്കാരിനെതിരെ കഴിഞ്ഞ 10 വർഷം നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ ഒരു സമരം? താങ്കൾ പറഞ്ഞ പോയിന്റാണ്, അത് മനസ്സിലാക്കാം. പക്ഷേ ഈ ഡീലിന്റെ കാര്യമായിട്ട് പറഞ്ഞ പാലക്കാട് ഒരു സ്ഥാനാർത്ഥി വെച്ചത്, പിന്നെ ഈ പല സ്ഥലങ്ങളിലും നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ 2020-ക്ക് സീറ്റ് കൊടുത്തിരിക്കുകയാണ്. അതാണ് ഡീലിന്റെ കാര്യം. അപ്പം ആളുകൾക്ക്, നിങ്ങളുടെ BJP-ക്കാരായിട്ടുള്ള ആളുകൾക്ക് തന്നെയും ഒരു സംശയം ഉണ്ടാവില്ല എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, LDF-ഉം UDF-ഉം ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്ന നേതാക്കന്മാരെയൊക്കെ പാർട്ടികളെ ചെറുതായി കാണുന്നതായിപ്പോൾ ഒരാൾ മാത്രമുള്ള പാർട്ടിക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. കൂടെ വരാൻ വേണ്ടി ഒരാൾ പോലും ഇല്ലാത്ത ഒറ്റ നേതാവ് മാത്രമുള്ള ചില പാർട്ടികൾക്ക് LDF-ഉം UDF-ഉം ഈ ഇലക്ഷനിൽ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളത് പറയുന്നില്ലോ. 2020 അവർ സ്വാഭാവികമായിട്ട് നിരവധി പഞ്ചായത്തുകൾ ഒരു ഇതാണ്, അവരൊരു മുന്നേറ്റമാണ്. നിയമം മറ്റൊരു ഡീലാണ് തിരുവനന്തപുരത്ത് പൊതുവെ UDF പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം. അത് രണ്ട് ഞങ്ങൾ ജയിക്കും. നിയമം വട്ടിയൂർക്കാവ് ഞങ്ങൾ ജയിക്കും. അല്ല, നിയമം വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം ഒക്കെ തന്നെ BJPക്ക് നല്ല മുന്നേറ്റമുള്ള, നല്ല കോൺഫിഡൻസ് ഉള്ള മണ്ഡലം. കഴിഞ്ഞ വട്ടിയൂർക്കാവ് 2ാം സ്ഥാനത്ത് വന്ന ആളാണ് VV രാജേഷ്. മേയറായി VV രാജേഷ് മത്സരിച്ചെങ്കിൽ കുറച്ചുകൂടി ഒരു ആവേശം ഉണ്ടായിരുന്നില്ലേ? ആര് മത്സരിക്കണം, എവിടെ മത്സരിക്കണം, എന്താ അവിടെ ഒന്ന് ഫൈനൽ ഡിസിഷൻ പാർട്ടി എടുക്കണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന മേയർ എന്നുള്ള ഞങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ്. അത് നമ്മൾ നന്നായിട്ട് നിർവഹിക്കാത്തത് തന്നെയാണ് ഇപ്പോഴത്തെ. നമുക്ക് അവസാന ഭാഗത്തേക്ക് പോയല്ലേ. എന്തായാലും ഈ കുറച്ച് ദിവസം കഴിഞ്ഞാൽ സർക്കാർ മാറും. ഏത് സർക്കാർ വരുന്ന VV രാജേഷ് വിചാരിക്കുന്നു? BJPക്ക് നല്ല സ്വാധീനമുള്ള ഗവൺമെന്റ്. അതേത് ഗവൺമെന്റ് ആണ്? BJPക്ക് സ്വാധീനമുള്ള ഗവൺമെന്റ്. BJPയുടെ ഭരണത്തിൽ BJPയുടെ നല്ല ശക്തമായ ഇടപെടലുള്ള ഗവൺമെന്റ് ആയിരിക്കും. അതായത് അതിപ്പോ LDF ആണോ UDF ആണോ? BJPയുടെ നേതൃത്വത്തിലുള്ള, BJPക്ക് വളരെ ശക്തമായ സ്വാധീനമുള്ള ഗവൺമെന്റ് ആയിരിക്കും. മഹേഷ് മനസ്സിലായല്ലോ, മഹേഷ് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്. അതൊക്കെ പക്ഷേ കടന്നൊരു ആഗ്രഹം. എങ്ങനെ കടന്നു? ഞാൻ 10 വർഷം മുമ്പ് കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കുമെന്നോ നിങ്ങൾ ആരും സംഭവിച്ചത്? പിണറായി വിജയൻ സർക്കാർ BJPക്ക് CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രി, LDF-ന്റെ അവസാനത്തെ ലാസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കും. UDF വരും. അല്ല, BJP സ്വാധീനമുള്ള ഗവൺമെന്റ് ഉണ്ടാവും. ഞാൻ പറയാത്തത് എന്നിലോട്ട് എത്തിക്കരുത്. അതായത് ഇതിപ്പോ ഞാൻ പറഞ്ഞാലേ, ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് LDF വന്നാല് BJPക്ക് സ്വാധീനമുള്ള സർക്കാർ എന്ന് പറഞ്ഞാൽ എന്തോ ഡീലിന്റെ ഭാഗമാണെന്ന് പറയും ആൾക്കാർ. അല്ല, BJPക്ക് ഞാൻ പറഞ്ഞല്ലോ, BJPക്ക് നിർണായക സ്വാധീനമുള്ള നിയമസഭയിലേക്ക് വരാൻ പോകും. അതിൽ ഒരു സംശയമില്ല. നിയമസഭയിൽ നിങ്ങളുടെ കൂടുതൽ ആളുകൾ ഉണ്ടാവും അല്ലെ? BJPക്ക് നിർണായക സ്വാധീനമുള്ള ഭരണമായിരിക്കും വരാൻ.
ഇലക്ഷൻ ട്രാവലറിൻ്റെ ആദ്യ എപ്പിസോഡിൽ തന്നെ നമുക്ക് തലസ്ഥാനത്തെ മേയറെ ലഭിച്ചത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വളരെ വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ വലിയ തിരക്കുള്ള ദിവസമാണ്, പക്ഷേ ആ സമയത്തിനകത്ത് നമുക്ക് സംസാരിക്കാനുള്ള കുറച്ച് സമയം കിട്ടിയതിൽ സന്തോഷകരമാണ്. ഇലക്ഷൻ ട്രാവലർ യാത്ര തുടരുകയാണ്. ഇനി കൊല്ലത്ത് വെച്ച് കാണാം. നന്ദി.